ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിന്റെ വാദം പൊളിച്ച് പാക് വിദേശകാര്യമന്ത്രി. ട്രംപിന്റെ അവകാശവാദം തെറ്റെന്ന് പാക് വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദാർ. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ എതിർത്തുവെന്നും ഉഭയകക്ഷി വിഷയമെന്ന് ട്രംപിനോട് ഇന്ത്യ വ്യക്തമാക്കിയെന്നും ഇഷാഖ് ദാർ. Well, we don't mind, but India has categorically been stating it's bilateral, so we don't mind bilateral. When we met 25th of July, bilateral meeting, myself with Secretary Rubio in Washington, I asked him what happened to the dialogue. India says that it is a bilateral issue. We don't. So we are not begging for anything. വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയുണ്ട്. അനുപമ, ഇഷാഖ് ദാർ പറയുന്നതനുസരിച്ച് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇന്ത്യയും അത് തന്നെയാണ് തുടർച്ചയായി പറയുന്നത്. പക്ഷേ തുടർച്ചയായി ട്രംപ് വാദിക്കുന്നതും തന്റെ ഇടപെടലിലാണ് ഇത് അവസാനിപ്പിച്ചതെന്നാണ്. എന്താണ് അദ്ദേഹം ഇപ്പോൾ, ഇഷാഖ് ദാർ ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്താണ് വിശദാംശം? അഖില, മെയ് 10 ഇന്ത്യ പാക് വെടിനിർത്തലിന്റെ അവകാശം, അത് തന്റെ മധ്യസ്ഥതയിലാണ് അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത്. രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ആക്രമണത്തെ അവസാനിപ്പിക്കുന്നതിന് തന്റെ ഇടപെടലുണ്ടായി എന്നുള്ളത് ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഒരു അവകാശവാദമാണ്. ഈ ഒരു അവകാശവാദത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇഷാഖ് ദാർ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മാർക്കോ റൂബിയോയും, അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അൽ ജസീറയിലെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് ഇന്ത്യയാണ് ഈ ഒരു മധ്യസ്ഥ ശ്രമത്തെ എതിർത്തത്. പാകിസ്ഥാനും അമേരിക്ക മുന്നോട്ട് വെച്ച മധ്യസ്ഥതയ്ക്കുള്ള സന്നദ്ധത പാകിസ്ഥാൻ അംഗീകരിച്ചതാണ്. അത് സംബന്ധിച്ച ചർച്ചകൾ പാകിസ്ഥാനും അമേരിക്കയുമായി പുരോഗമിച്ചതാണ്. എന്നാൽ ഇന്ത്യ ഈ വിഷയം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വിഷയമാണ്, അതിലപ്പുറം പുറത്തു നിന്നുള്ളൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു എന്നാണ് പാക് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദാർ വ്യക്തമാക്കുന്നത്. ഇത് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ്. അതിനെ ഒരു പൊളിക്കുന്നൊരു ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പാക് പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ ഷഹബാസ് ഷെരീഫ് അടക്കം ആവർത്തിച്ച് ട്രംപിനെ ഈ ഒരു കാര്യത്തിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അകത്തു തന്നെ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. DGMO തലത്തിൽ, സൈനിക തലത്തിലാണ് ഒരു ഉഭയകക്ഷി ചർച്ചകൾ നടന്നതെന്നും അതിലൂടെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയതെന്നുമാണ് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല, മധ്യസ്ഥത ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു കാര്യത്തെ സാധൂകരിക്കുന്ന, ഈ ഒരു കാര്യത്തെ ശരിവെക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ആദ്യമായിട്ട് പാകിസ്ഥാനുള്ളിൽ നിന്ന്, പാകിസ്ഥാന്റെ അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ നൽകിയത്.